ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഈ വർഷത്തെ ലോഗോസ് ക്യൂസിനായി തയ്യാറെടുക്കാനായി ഇനി ഏകദേശം 2.5 മാസത്തിൽ താഴെയാണുള്ളത്. ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്രഭാഷകൻ 50-ാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം: പ്രധാന പുരോഹിതനും സഹോദരന്മാർക്ക് നേതാവും ജനത്തിന് അഭിമാനവുമായിരുന്നതാര്? ഉത്തരം: ശിമയോൻ. പ്രധാന പുരോഹിതനായിരുന്ന ശിമയോൻ്റെ പിതാവ്? ഉത്തരം: ഓനിയാസ്. പ്രധാന പുരോഹിതനായിരുന്ന ശിമയോൻ സഹോദരന്മാർക്ക് എങ്ങനെയായിരുന്നു? ഉത്തരം: നേതാവ്. ഓനിയാസിൻ്റെ പുത്രനായിരുന്ന ശിമയോൻ ആർക്ക് അഭിമാനമായിരുന്നു? ഉത്തരം: ജനത്തിന്. ശിമയോൻ പുതുക്കി പണിയുകയും കോട്ടകെട്ടി സുരക്ഷിതമാക്കുകയും ചെയ്തതെന്ത്? ഉത്തരം: ദേവാലയം. ദേവാലയത്തെ സംരക്ഷിക്കുന്ന എപ്രകാരമുള്ള മതിലിനാണ് ശിമയോൻ അടിസ്ഥാനമിട്ടത്? ഇരുട്ട മതിലിന്. ശിമയോൻ്റെ കാലത്ത് സമുദ്രം പോലെ വിശാലമായ എന്താണ് കുഴിച്ചത്? ജലസംഭരണി. ശിമയോൻ്റെ കാലത്ത് നഗരത്തിന് കോട്ട കെട്ടിയതെന്തിനാണ്? ഉത്തരം: ആക്രമണം ചെറുക്കാനായി. ശിമയോൻ ആക്രമണം ചെറുക്കാനായി നഗരത്തിന് കോട്ട കെട്ടിയതിലൂടെ ജനത്തെ എന്തിൽ നിന്ന് രക്ഷിച്ചു? ഉത്തരം: നാശത്തിൽ നിന്ന്. മേഘങ്ങൾക്കിടയിൽ പ്രഭാതതാരം പോലെയാണെന്ന് പറഞ്ഞിരിക്കുന്നത് ആരെയാണ്? ഉത്തരം: ശിമയോനെ. ഉത്സവവേളയിലെ എന്തുപോലെയാണ് ശിമയോൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: പൂർണ്ണചന്ദ്രനെ പോലെ. അത്യുന്നതൻ്റെ ആലയത്തിനു മുകളിൽ പ്രശോഭിക്കുന്ന എന്തുപോലെയാണ് ശിമയോൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്? സൂര്യനെ പോലെ. തിളങ്ങുന്ന മേഘങ്ങൾക്കിടയിലെ എന്തുപോലെയാണ് ശിമയോൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്? വിളങ്ങുന്ന മഴവില്ല് പോലെ. വസന്തത്തിലെ എന്തുപോലെയാണ് ശിമയോൻ? ഉത്തരം: പനിനീർപ്പൂ പോലെ. നീർച്ചാലിനരികെ നിൽക്കുന്ന എന്തുപോലെയാണ് ശിമയോൻ? ഉത്തരം: ലില്ലി പോലെ. ലെബനോനിൽ എപ്പോൾ മുളയ്ക്കുന്ന പച്ചപ്പൊടിപ്പ് പോലെയാണ് ശിമയോൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: വേനൽക്കാലത്ത്. ധൂപകലശത്തിൽ പുകയുന്ന എന്തുപോലെയാണ് ശിമയോൻ എന്ന് പറഞ്ഞിരിക്കുന്നു? ഉത്തരം: സുഗന്ധദ്രവ്യം പോലെ. രത്നനഖചിതമായ സ്വർണ്ണ തളിക പോലെ എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെയാണ്? ഉത്തരം: ശിമയോനെ. കായ്ച്ചു നിൽക്കുന്ന എന്തുപോലെയാണ് ശിമയോൻ പ്രശോഭിച്ചത്? ഉത്തരം: ഒലിവ് പോലെ. മേഘം ഉരുമുന്ന ദേവദാരു പോലെ പ്രശോഭിച്ചതാര്? ഉത്തരം: ശിമയോൻ. സഹോദരന്മാരുടെ മധ്യേ എങ്ങനെയാണ് ശിമയോൻ ശോഭിച്ചത്? ഉത്തരം: ഈന്തപ്പനകളാൽ വലയിതമായ ലെബനോനിലെ ഇളം ദേവദാരു പോലെ. ശിമയോൻ എങ്ങനെയുള്ള സ്ഥാനവസ്ത്രം അണിഞ്ഞാണ് വിശുദ്ധ ബലിപീഠത്തെ സമീപിച്ചത്? ഉത്തരം: മഹിമയേറിയ. ശിമയോൻ ബലിപീഠത്തിലെ അഗ്നിക്കരികെ നിന്ന് ആരുടെ കയ്യിൽ നിന്നാണ് ഓഹരികൾ സ്വീകരിച്ചത്? ഉത്തരം: പുരോഹിതന്മാരുടെ. തങ്ങളുടെ സർവ്വവിഭൂഷകളോടും കൂടെ കർത്താവിനുള്ള കാഴ്ചകൾ കരങ്ങളിലേന്തി ഇസ്രായേൽ സമൂഹത്തിൻ്റെ മുമ്പിൽ നിന്നതാര്? ഉത്തരം: അഹറോൻ്റെ പുത്രന്മാർ. അഹറോൻ്റെ പുത്രന്മാർ തങ്ങളുടെ സർവ്വവിഭൂഷകളോടും കൂടെ കർത്താവിനുള്ള കാഴ്ചകൾ കരങ്ങളിലേന്തി എവിടെയാണ് നിന്നത്? ഉത്തരം: ഇസ്രായേൽ സമൂഹത്തിൻ്റെ മുമ്പിൽ. അഹറോൻ്റെ പുത്രന്മാർ തങ്ങളുടെ സർവ്വവിഭൂഷകളോടും കൂടെ എന്തു കരങ്ങളിലേന്തിയാണ് ഇസ്രായേൽ സമൂഹത്തിൻ്റെ മുമ്പിൽ നിന്നത്? ഉത്തരം: കർത്താവിനുള്ള കാഴ്ചകൾ. സർവശക്തന് കാഴ്ചകൾ ഒരുക്കിയതിനു ശേഷം ശിമയോൻ നൈവേദ്യവും അത്യുന്നതന് പ്രീതികരമായ പരിമളവുമായി ബലിപീഠത്തിനു ചുവട്ടിൽ ഒഴുക്കിയതെന്ത്? ഉത്തരം: മുന്തിരിച്ചാറ്. എന്ത് പൂർത്തിയാക്കിയതിനു ശേഷമാണ് ശിമയോൻ അത്യുന്നതനായ സർവശക്തന് കാഴ്ചകൾ ഒരുക്കിയത്? ഉത്തരം: ബലിപീഠത്തിലെ ശുശ്രൂഷകൾ. ശിമയോൻ മുന്തിരിച്ചാറ് ബലിപീഠത്തിനു ചുവട്ടിൽ ഒഴുക്കിയപ്പോൾ അഹറോൻ്റെ പുത്രന്മാർ ചെയ്തതെന്ത്? ഉത്തരം: ആർത്തുവിളിക്കുകയും കാഹളമൂതുകയും. എന്തിനു വേണ്ടിയാണ് അഹറോൻ്റെ പുത്രന്മാർ ഉച്ചഘോഷം മുഴക്കിയത്? ഉത്തരം: അത്യുന്നതൻ തങ്ങളെ സ്മരിക്കുന്നതിനു വേണ്ടി. അത്യുന്നതൻ തങ്ങളെ സ്മരിക്കുന്നതിനു വേണ്ടി അഹറോൻ്റെ പുത്രന്മാർ ചെയ്തതെന്ത്? ഉത്തരം: ഉച്ചഘോഷം മുഴക്കി. അഹറോൻ്റെ പുത്രന്മാർ ഉച്ചഘോഷം മുഴക്കിയ ഉടനെ ജനം എന്താണ് ചെയ്തത്? ഉത്തരം: സർവശക്തനായ കർത്താവിനെ ആരാധിക്കുന്നതിന് സാഷ്ടാംഗം വീണു. അഹറോൻ്റെ പുത്രന്മാർ ഉച്ചഘോഷം മുഴക്കിയപ്പോൾ ഗായകർ ചെയ്തതെന്ത്? ഉത്തരം: അവിടുത്തെ ശ്രുതിമധുരമായി സ്തുതിച്ചു പാടി. ജനം എപ്പോൾ വരെ അത്യുന്നതനും കാരുണ്യവാനുമായ കർത്താവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ചു? ഉത്തരം: കർത്താവിൻ്റെ ആരാധന ക്രമപ്രകാരം പൂർത്തിയാകുന്നതുവരെ.
എന്തിനു വേണ്ടിയാണ് ശിമയോൻ ഇസ്രായേൽ മക്കളുടെ മുമ്പാകെ കൈകൾ ഉയർത്തിയത്? ഉത്തരം: കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നതിനും അവിടുത്തെ അനുഗ്രഹം പ്രഖ്യാപിക്കുന്നതിനും. കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നതിനും അവിടുത്തെ അനുഗ്രഹം പ്രഖ്യാപിക്കുന്നതിനും വേണ്ടി ശിമയോൻ ആരുടെ മുമ്പാകെയാണ് കൈകൾ ഉയർത്തിയത്? ഉത്തരം: ഇസ്രായേൽ മക്കളുടെ മുമ്പാകെ. കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നതിനും അവിടുത്തെ അനുഗ്രഹം പ്രഖ്യാപിക്കുന്നതിനും വേണ്ടി ആരാണ് ഇസ്രായേൽ മക്കളുടെ മുമ്പാകെ കൈകൾ ഉയർത്തിയത്? ഉത്തരം: ശിമയോൻ. ദൈവം നമ്മെ ജനനം മുതൽ ഉയർത്തുകയും നമ്മോട് എപ്രകാരം വർത്തിക്കുകയും ചെയ്യുന്നു? ഉത്തരം: കാരുണ്യപൂർവ്വം വർത്തിക്കുകയും ചെയ്യുന്നു. ദൈവം നമുക്ക് ഹൃദയാഹ്ലാദം നൽകുകയും പൂർവ്വകാലങ്ങളിലേതുപോലെ ഇസ്രായേലിലെ നമ്മുടെ ദിനങ്ങൾ എപ്രകാരമാക്കുകയും ചെയ്യട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം: സമാധാനപൂർണ്ണമാക്കുകയും. ദൈവം നമ്മുടെ മേൽ എന്ത് വർഷിക്കുകയും നമ്മെ രക്ഷിക്കുകയും ചെയ്യട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: കാരുണ്യം. ഏതെല്ലാം 2 ജനതകൾ നിമിത്തം പ്രഭാഷകൻ ക്ലേശിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: സെയിർ മലയിൽ വസിക്കുന്നവരും ഫിലിസ്തീയരും. ഏതു ജനതയെയാണ് മൂഢജനത എന്ന് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: ശെഖേമിലെ ജനത. എപ്രകാരമെല്ലാമുള്ള ഉപദേശങ്ങൾ ഈ ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുണ്ടെന്നാണ് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: വിജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും. പ്രഭാഷകൻ്റെ പുസ്തകത്തിൻ്റെ രചയിതാവും ജെറുസലേമിലെ എലയാസറിൻ്റെ പൗത്രനുമായിരുന്നതാര്? ഉത്തരം: യേശു. പ്രഭാഷകൻ്റെ പുസ്തക രചയിതാവായ യേശുവിൻ്റെ പിതാവ്? ഉത്തരം: സീറാക്ക്. സീറാക്കിൻ്റെ പിതാവായ ജെറുസലേംകാരൻ? ഉത്തരം: എലയാസർ. സീറാക്കിൻ്റെ പുത്രൻ യേശു ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുവിച്ച എന്താണ് പ്രഭാഷകൻ്റെ പുസ്തകം? ഉത്തരം: ജ്ഞാനം. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുന്നവൻ എപ്രകാരമുള്ളവനാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: അനുഗ്രഹീതൻ. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്നവൻ എപ്രകാരമുള്ളവനാകും? ഉത്തരം: ജ്ഞാനി. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അനുവർത്തിക്കുന്നവൻ എപ്രകാരമുള്ളവനാകും? ഉത്തരം: എല്ലാറ്റിനും കഴിവുള്ളവൻ. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അനുവർത്തിക്കുന്നവൻ എല്ലാറ്റിനും കഴിവുള്ളവനാകുന്നതിന് കാരണം? ഉത്തരം: കർത്താവിൻ്റെ പ്രകാശമാണ് അവനെ നയിക്കുന്നത്. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അനുവർത്തിക്കുന്നവനെ നയിക്കുന്നത് എന്ത്? ഉത്തരം: കർത്താവിൻ്റെ പ്രകാശം.